സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. യേശുവിനോട് അടുത്ത് ഇടപെട്ട് കഴിയുമ്പോൾ നാം ഒരു തീജ്വാലയായിട്ട് മാറുകയാണെന്നാണ്. ഈശോ തന്നെ പറഞ്ഞല്ലോ, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം ഒന്ന് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. പൂർണ്ണമായും ഈ ഭൂമിയിൽ ദൈവസ്നേഹവും പരസ്നേഹവും, സ്വർഗം, ദൈവികത, ഇതെല്ലാം യേശു ക്രിസ്തുവിലൂടെയാണ് വെളിപ്പെട്ടത്. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 1-ാമത്തെ ആഗോള സഭയിൽ ഞായറാഴ്ച ദിവസം ദൈവ ആരാധനയുടെ ദിവസം, യെശയ്യ 50-ാമത്തെ അധ്യായത്തിൽ നിന്നും 4 മുതലുള്ള വാക്യങ്ങളാണ് 1-ാമത്തെ വായന, പഴയ നിയമത്തിൽ നിന്നുള്ള വായന. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. ക്ഷീണിതന് തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. കർത്താവിൻ്റെ ശിഷ്യനായി തീരുകയാണെങ്കിൽ അവിടെ നമ്മളെ ഓരോ ദിവസവും പഠിപ്പിക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചു, ഇങ്ങനെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുവിനോട് ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. യേശുവിനോട് ചേർന്ന് നാം ആയിരിക്കുമ്പോൾ, നാം അവനോടുകൂടി ആയിരിക്കുമ്പോൾ, അല്ല അവൻ പരിശുദ്ധാത്മാവായി അവൻ നമ്മിൽ വസിക്കുമ്പോൾ അനുദിനം അവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അനുഭവത്തിലൂടെ, ബുദ്ധിയിലുള്ള അറിവ് മാത്രമല്ല, അനുഭവത്തിലൂടെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട്, പ്രധാനപ്പെട്ടാണ് വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട്. കാരണം എന്താ, കണ്ണുകൊണ്ട് കാണുന്നില്ല, ഇന്ന് ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെടുന്നത് മാത്രമേ ആൾക്കാർ വിശ്വസിക്കുന്നുള്ളൂ. എന്നാൽ ഇന്ന് പല കാര്യങ്ങളും ഇപ്പോൾ തെളിയിക്കപ്പെട്ടത് പണ്ട് കാണാതിരുന്നതാണ് എന്നുള്ള ഒരു ആ അറിവിലേക്ക്, ദൈവത്തെക്കുറിച്ച് മാത്രം അങ്ങനെ ചിന്തിക്കാൻ ആർക്കും പറ്റുന്നില്ല. കാരണം അത്രമാത്രം ദൈവം നന്മയാണ്, വിശുദ്ധിയാണ്. അത് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളിലുള്ള ദുഷ്ടാരൂപി ഒരിക്കലും നമ്മൾ ദൈവത്തെ അറിയാനോ ദൈവത്തോട് അടുക്കാനോ നമ്മളെ അനുവദിക്കുകയില്ല. ഞാനിപ്പോൾ പറയുന്നത് പോലെ ലോകത്തിൽ എല്ലാ ശാസ്ത്രവും ഉണ്ട്. കൂടുതലായിട്ടല്ലേ ഗവേഷണ പരിവേഷണമൊക്കെ നടത്തി ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും സുവോളജി, ബയോളജി ഇങ്ങനെ പോവുകയാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കായി മനുഷ്യൻ എന്തുമാത്രം സമയവും പണവുമാണ് ചെലവഴിക്കുന്നത്. ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. ഓർപ്പിച്ചിടയ്ക്ക് പഴയ സോളമന് ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ജ്ഞാനിയായിരുന്നു. ഒരു PhD എടുത്തിട്ടില്ല, പ്രഗത്ഭമായ ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി പഠിച്ചിട്ടില്ല. ദൈവം തന്നെ പഠിപ്പിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കുന്നത്, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ അറിവ്, ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം. പലപ്പോഴും ചിന്തിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടി, അല്ലെ, പരിശുദ്ധാത്മാവാകുന്ന ഗുരുകുലത്തിലേക്ക്, അല്ലെ, യേശു ക്രിസ്തു ആകുന്ന ഗുരുകുലത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കണം. പ്രഭാതം തോറും അവൻ നമ്മിൽ വസിച്ചുകൊണ്ട്, അല്ലെ, നാം അവനോട് വസിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ നയിക്കുന്ന ഒരു ആത്മീയ ജീവിതമാണ് തിരുസഭാ ജീവിതം എന്നൊക്കെ നാം പറയുന്നതാണ്. പലപ്പോഴും നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, തിരുസഭയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, തിരുസഭയിലുള്ള പലരുടെയും പ്രവൃത്തികൾ, അല്ലെങ്കിൽ വചനപ്രഘോഷണത്തിൽ വചനം നയിക്കുന്നവരുടെ പ്രവൃത്തികളൊക്കെ ഒരിക്കലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞ ഇതെല്ലാം നുണയാണ്, ഇതെല്ലാം കബളിപ്പിക്കലാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ വഞ്ചനയുടെ പ്രവൃത്തി ഇങ്ങനെയാണ്. സഭയുടെ ഉള്ളിൽ ഉന്നത സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ തെറ്റായ പ്രവൃത്തി കൊണ്ട് പറയും, ദൈവമൊന്നും, ഇതൊക്കെ ചുമ്മാ കബളിപ്പിക്കലാണ്, ഇതൊന്നും ദൈവമൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാതാണ്. ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമുക്ക് ഒരു വചനപ്രഘോഷകളിൽ നിന്നോ ഒരു പുരോഗതിയിൽ നിന്നോ ഒക്കെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങേറ്റം പലരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, പലരോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങേറ്റം ദൈവം ഇല്ല എന്ന് പറയുന്ന പലരുടെയും ജീവിതത്തിൽ ഈ ദൈവം ഉണ്ടെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ വിപരീത അനുഭവങ്ങളാണ്. ദൈവം ഉണ്ടെന്ന് ഇവർ പറയുന്നു, പക്ഷേ അവരുടെ പ്രവൃത്തി മുഴുവനും അതിനെതിരാണ്. അങ്ങനെ മുറിവേറ്റ അനേക ജീവിതങ്ങളാണ് ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കി. ഇന്നല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്.
ക്രിസ്തുവിനെ എതിർക്കുന്നവർ ഉണ്ടായതെല്ലാം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ്. സഭ തന്നെ ആദ്യകാലങ്ങളിൽ അല്ലേ ഏക കത്തോലിക്ക സഭ എന്ന് അറിയപ്പെട്ടത്. അത് പിന്നീട് തിരിഞ്ഞ് പ്രൊട്ടസ്റ്റന്റ് ഒക്കെ ആയിട്ട് മാറിയപ്പോൾ അവിടെ എന്താ, അവിടെ മാർപ്പാപ്പമാരും അവരും ഒക്കെ പലരും നല്ലവരൊന്നും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ കർത്താവ് പറഞ്ഞത് അതിന് തലപ്പത്തിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി അവരിൽ കാണുന്നില്ലെങ്കിൽ അനേകരത് മാറിപ്പോയി. അങ്ങനെയൊക്കെയാണ് സഭ പിളർന്നൊക്കെ പോയത്. കർത്താവ് തന്നെ യെശയ്യായോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ നാമത്തെ, നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അശുദ്ധമാക്കി എൻ്റെ നാമത്തെ മനുഷ്യരുടെ ഇടയിൽ വിശുദ്ധമാക്കാൻ ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അത് ഞാൻ നിങ്ങളിലൂടെ തന്നെ പ്രവർത്തിക്കുമെന്നാണ്. യെശയ്യായുടെ ഇന്നത്തെ യെശയ്യായുടെ പ്രവചനമാണ് നമുക്കറിയാം. ഇതൊക്കെ സംഭവിച്ചാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഉള്ളിലെല്ലാം ഞാൻ ദൈവത്തോട് കൂടെ വസിക്കുകയാണെങ്കിൽ, ദൈവത്തെ എൻ്റെ ആത്മാവിൽ വസിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും പല കണ്ടുപിടുത്തങ്ങളും ഒറ്റയ്ക്ക് ആരും തന്നെ ഒന്നും കണ്ടുപിടിച്ചു. പല പരിവേഷണങ്ങളൊക്കെ നടത്തി ഒരാൾ ഒരുപക്ഷെ ഒരു കാര്യത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടായി അത് നടത്തിയപ്പോൾ ആദ്യമൊന്നും പരാജയപ്പെട്ട് ആദ്യമൊന്നും വിജയിച്ചില്ല. ഏത് കണ്ടുപിടുത്തങ്ങളും നോക്കി ആദ്യം ഉടനെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പലരും മറ്റുള്ളവരുടെ മുൻകാല പരിവേഷണങ്ങളെ ആധാരമാക്കിയാണ് മുന്നോട്ട് പരീക്ഷണം കൊണ്ടുപോയി അവര് കണ്ടുപിടിച്ചത്, പിന്നീട് വിജയം വരിച്ചത്. ഈ 1953 ഈ ന്യൂസിലൻഡുകാരനായ സർ എഡ്മണ്ട് ഹിലാരി ഈ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ ആദ്യമായി കയറിയ, പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹത്തിനോട് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഒരു ഗൈഡ് നേപ്പാളിയായ ഷെർപ്പായ ടെൻസിംഗ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ഈ എഡ്മണ്ട് ഹിലാരി ഭയങ്കര പർവ്വതാരോഹണത്തിന് പരിശീലനം കിട്ടിയ അങ്ങേയറ്റം ന്യൂസിലൻഡിലൊക്കെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളുടെയൊക്കെ മുകളിൽ കയറിയിട്ട് അങ്ങനെ ലോകത്തിലെ മറ്റു പല പർവ്വതങ്ങളും കീഴടക്കിയിട്ടാണ് അവസാനം അദ്ദേഹം ഈ എവറസ്റ്റ് കീഴടക്കാൻ വന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മറ്റൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് വന്നത്. ഇംഗ്ലണ്ട് അന്നായിരുന്നു, നമുക്കറിയാം ഇംഗ്ലണ്ടായിരുന്നു, നാവികസേനയൊക്കെ അന്നുണ്ടായിരുന്നു. അവരുടെ ആ ഇംഗ്ലണ്ടിൻ്റെ പരിവേഷണ ഗ്രൂപ്പിൽ പെട്ടുകൊണ്ടാണ് ന്യൂസിലൻഡുകാരനായ ഈ എഡ്മണ്ട് ഹിലാരി. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അത് കീഴടക്കാൻ കഴിഞ്ഞില്ല. നമ്മളും ഇന്ന് ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. പലപ്പോഴും നമ്മളെ സഹായിക്കാനായിട്ടുള്ള വചനം പറയുന്ന ഒരു സഹായകനെ ഞാൻ നിനക്ക് തരും. നമുക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ ഒരു ഗൈഡായിട്ട് പരിശുദ്ധാത്മാവിനെ. അപ്പൊ ഞാൻ പറയും, നമ്മൾ ഇന്ന് ദൈവരാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ യൂണിവേഴ്സിറ്റി എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പലരും പരാജയപ്പെട്ട് പിൻവാങ്ങി. ദൈവം ഇല്ല എന്ന് ചിലത് പറയാം. അതായത് എവറസ്റ്റ് കൊടുമുടി അത്രയും കട്ടിയായിരുന്നെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവരാജ്യം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായൊരു പ്രവൃത്തിയാണ്. അത്ര എളുപ്പമല്ല. പൗലോസ്ലിയ കൊരിന്ത്യർക്കെതിരെ 1 കൊരിന്ത്യർ 2 പറയുന്നുണ്ട്, ദൈവത്തിന് അതിന്റെ മുകളിൽ ദൈവത്തിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ഉന്നതമായ ദൈവത്തിന്റെ ആ പർവ്വതത്തിന് കൊടിമുടി പോലെ ഉന്നതമായ ദൈവിക അറിവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവല്ലേ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആ പരിശുദ്ധാത്മാവിനെ സഹായകനായി ആര് സ്വീകരിക്കുന്നോ അവർക്ക് ആ ദൈവരാജ്യമാകുന്ന കൊടുമുടിയിലേക്ക് ഔന്നത്യത്തിലേക്ക് കയറാൻ പറ്റും. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. അവനറിയാം. ഈശോ പൗലോസ് പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉള്ളം അറിയുന്നവനായ പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കാണ് ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുക? പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കണം. ഈ യാത്രക്കാരും കണ്ടുപിടുത്തക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ്. അവരുടെ ജീവിതത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വളരെ ബുദ്ധിമുട്ടുകളും സഹനവും കടന്നുപോയിട്ടാണ് അവർക്ക് ആ ലക്ഷ്യം നേടിയത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സഹായകനായിട്ടുണ്ട്. പരിശുദ്ധാത്മാവായിട്ട് നമ്മളൊന്ന് കൂട്ടുകൂടണം. പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് കൂട്ടുകൂടാൻ പറ്റില്ലെങ്കിൽ യാത്ര ദുഷ്കരമാണ്. കൂടെ പോകാൻ പറ്റില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് ജീവിതം അടിയറ വയ്ക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയം ചെയ്തതുപോലെ, യെശയ്യാ ചെയ്തതുപോലെ, ജെറമിയ ചെയ്തതുപോലെ, അനേക പ്രവാചകന്മാർ ചെയ്തതുപോലെ, അനേക വിശുദ്ധർ ചെയ്തതുപോലെ
അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത് ഏശയ്യായുടെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ, കർത്താവിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതം അടിയറ വെക്കണം, ഞാൻ ആ ഗുരുകുലത്തിൽ ചേരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അനേക യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അനേക ഡിഗ്രികളൊക്കെ എടുക്കാം. അതുപോലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയും. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കണമേ എന്ന്. അതാണ് സോളമനോട് ദൈവം ഒരു രാത്രിയിൽ, ദാവീദിന്റെ മകനായ സോളമനെ ഇടപെട്ടുകൊണ്ട് ദൈവം ഒരു രാത്രി സ്വപ്നത്തിലാണ് ചോദിച്ചത്, നിനക്ക് എന്താണ് വേണ്ടത്, എന്താണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സോളമൻ വളരെ നല്ലവനാണ്, ദാവീദിന്റെ പുത്രൻ. അപ്പൊ സോളമന് പറഞ്ഞു, എനിക്ക് ദൈവമേ ഇത്രയും വലിയ നിന്റെ ജനമാണ് ഇസ്രായേൽ, അവരെ നയിക്കുന്ന ഒരു രാജാവായി, ചെറുപ്പത്തിൽ ഞാൻ രാജാവായി, പക്ഷെ എനിക്ക് അവരെ നയിക്കാൻ നിന്റെ ജനമാണ്, അപ്പൊ നിന്റെ ഹിതം അനുസരിച്ച് അവരെ നയിക്കാൻ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ രീതിയിൽ അവരെ നയിക്കാൻ പറ്റും. നിന്റെ ജനമായ അവരെ, ഇസ്രായേൽ ജനത്തെ നിനക്ക് ഇഷ്ടമുള്ള നയിക്കാൻ നിന്റെ ജ്ഞാനം, നിന്റെ അറിവ്, നീ എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാമതാണ് ജ്ഞാനം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമത്തെയാണ് സ്നേഹം. അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്നേഹവും ജ്ഞാനവും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ വസിക്കും. ഏറ്റവും ആദ്യത്തെ രണ്ട്, ബാക്കി കുറെ ഉണ്ട്. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ദൈവഭയം, ദൈവഭക്തി, ദൈവസ്നേഹം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളാരും ചുമ്മാ ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ ലോകത്തിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് അവസാനത്തെ കൈയായിട്ടാണ് ഒന്ന് പരീക്ഷിച്ച് കളയാം, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് സമീപിച്ച് കളയാം. എൻ്റെ അനുഭവം അതാണ്. വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നത് കുഞ്ഞുനാള് വല്യമ്മ, ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന 4, 5, 6 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ വല്യമ്മ പള്ളിയിൽ പോകുമ്പോൾ ഞാനും എൻ്റെ ബ്രദറിനെയും കൂടെ എല്ലാ ദിവസവും എഴുന്നേപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകണം. ഞങ്ങൾ ഓൾട്ടർ ബോയ്സ് ആയിരുന്നു പള്ളിയിൽ, ഞങ്ങളുടെ ഇടവ പള്ളിയിൽ, പാലാരൂപതിലുള്ള കുട്ടിക്കൽ പള്ളി, സെന്റ് ജോർജ് ചർച്ച്. അവിടെ ആത്മാവിൽ വളർന്നു വന്ന, അല്ലെങ്കിൽ ആത്മാവിൽ വളർന്ന് ഞാൻ പറയുമ്പോൾ ഒരു ബോധ്യവും മാനുഷികമായി നമ്മുടെ ബുദ്ധിയോ ഒന്ന് മാറ്റിമറിക്കാൻ ഒന്നിനും കഴിഞ്ഞില്ല. ഇതൊക്കെ ഇങ്ങനെ ഉള്ളതായിരിക്കാം. വല്യമ്മ പറഞ്ഞു, അത് കഴിഞ്ഞ് സിസ്റ്റേഴ്സൊക്കെ പഠിപ്പിച്ച് പല കാര്യങ്ങളും സൺഡേ സ്കൂളിലൊക്കെ. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് ഉറപ്പായിട്ടില്ല. ജീവിതത്തിൻ്റെതായ ചില സാധനം പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം വല്യമ്മയൊക്കെ പോയി. അമ്മ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ 2006 അമ്മ മരിച്ചത്. അപ്പൊ അതിന്റെ ഇടയില് ഞാൻ പറയും, ദൈവം തന്നെ ഇടപെട്ടുകൊണ്ടായിരുന്നു. ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ, ഞാൻ ഒന്നും ആണെന്ന് പറയല്ലോ കേട്ടോ, ആ ദൈവിക ഇടപെടൽ, ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിലൂടെയാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കണം, യേശുവിനോട് ചേർന്ന് നിൽക്കണം, അവനിൽ നിന്ന് പഠിക്കണം എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ കിട്ടി. അവിടുന്നാണ് ഇതെല്ലാം ആരംഭിച്ചതെന്ന് ഞാൻ പറയും. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം തീർന്നല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം നമ്മളെല്ലാവരും. ഇന്ന് ഏശയ്യ പറഞ്ഞതാണല്ലോ, പരിശീലന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. പ്രഭാതം തോറും നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നമ്മൾ മിലിറ്ററിയിലൊക്കെ ചേരുവാണെങ്കിൽ അറിയത്തില്ലേ, അല്ലെ, അതിരാവിലെ എഴുന്നേക്കും, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയ സമയത്ത്. ഇപ്പം നമുക്കിന്ന് ഈ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, പക്ഷേ നമുക്ക് നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഈ കൊച്ചു കുഞ്ഞു ഉപദേശിയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് പഠിച്ചു വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കത്തോലിക്കനൊന്നും ആയിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉഷകാലം നാം ഉണർന്ന് എന്നൊക്കെ ഈ പക്ഷികളൊക്കെ എഴുന്നേറ്റ് രാവിലെ പാട്ട് പാടുമ്പോൾ, മനുഷ്യ നീ സൃഷ്ടാവായ ദൈവത്തെ അറിയേണ്ട, നീ ഇപ്പോഴും കിടന്ന് ഉറങ്ങുകയാണോ? നമ്മൾ പറയും അത് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ, ഭയങ്കര ക്ഷീണമാണ്. പകൽ മുഴുവൻ അധ്വാനിച്ച് എന്തെല്ലാമായിരുന്നു, ഉറങ്ങിയത് ലേറ്റായിട്ട്. ആരുടെ കുഴപ്പമാണ്? നമ്മളുടെ സമയം ക്രമീകരിക്കാഞ്ഞിട്ടാണ്. നമ്മൾ ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 108 പലപ്പോഴും ചിന്തിച്ചാണ്. പ്രഭാതത്തിൽ നമ്മളാണ് ഉണർന്നെഴുന്നേറ്റ് ഈ പ്രപഞ്ചത്തെ ഉണർത്തേണ്ടത് നമ്മളാണ്. കാരണം ആദത്തിന് കൊടുത്ത ആ പ്രപഞ്ചത്തെ നയിക്കുവാനുള്ള അധികാരം നമ്മുടെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ ഉഷസ്സിനെ വിളിച്ചുണർത്തുമെന്നാണ്. സാധാരണ നമ്മൾ അലാറമൊക്കെ അടിച്ച് എഴുന്നേക്കും, അലാറം അടിച്ച് കുഴപ്പമില്ല. പക്ഷേ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചത്തിലെ പക്ഷികൾ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണർന്നിരിക്കണം.
ദൈവമായ കർത്താവേ, അല്ലേ, നമ്മൾ ഈ കരുണയുടെ പ്രാർത്ഥന ഷിക്കാഗോയിൽ രാവിലെ 4 മണിക്കും ന്യൂയോർക്കിൽ അല്ലെ ഫ്ലോറിഡയിൽ രാവിലെ 5 മണിക്കും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വിളിക്കും, കർത്താവേ, ഈശോമിശിഹായുടെ അല്ലേ പീഡാസഹനത്തെക്കുറിച്ച് ഇന്ന് മനുഷ്യവർഗത്തിന്റെ മേല്, ലോകത്തിന്റെ മേൽ ഇന്ന് കരുണ എന്തെല്ലാമാണ് ഉണ്ടാകാൻ പോകുന്നത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും, ഇതൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ കർത്താവിനെ സമർപ്പിക്കുകയാണ്. നമ്മൾ അവൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ്, നമ്മൾ അവൻ്റെ ഗുരുകുലത്തിലാണ്. അതിരാവിലെ എഴുന്നേറ്റ് പരിശീലന ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവിന് ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും, ഉച്ചയ്ക്കല്ല, സന്ധ്യയ്ക്കെല്ലാം, സന്ധ്യാപ്രാർത്ഥനയൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ടല്ലേ. ഇത് അതിരാവിലെ കിട്ടുന്നൊരു ഗുണമാണ് അല്ലേ. ഞാനിത് ഓർക്കുന്ന എൻ്റെ അമ്മ വീട്ടിൽ കുഞ്ഞുനാളിലായിരിക്കുമ്പോൾ ഇങ്ങനെ പലപ്പോഴും പാട്ട് കേട്ടാണ് ഉണർന്നിട്ടില്ല. വല്യപ്പനും വല്യമ്മയും കൂടെ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നത്. അതൊക്കെ എൻ്റെ വല്യമ്മ അപ്പൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ്, അവിടെ വല്യമ്മ രാവിലെ എഴുന്നേറ്റ് നേരെ പള്ളിയിൽ കൊണ്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ ദൈവം നമ്മുടെ കാതുകളെ നമ്മളെ പഠിപ്പിക്കുന്ന അവസരങ്ങൾ. നമ്മൾ ഇന്നും ജീവിതത്തിലെ ഈ പ്രഭാതത്തിൽ ഉണരുകയാണെങ്കിൽ ഞാൻ പറയും വലിയ കൃപ. എല്ലാ രീതിയിലും, ആത്മാവിലും സമ്പത്തിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ പരിശുദ്ധാത്മാവ് തരും. അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് അത് നമ്മൾ ഇനിയെങ്കിലും ഒന്ന് പരിശീലിക്കണം. വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ പറയും അവിടെയാണ് നമ്മുടെ വിജയമോ പരാജയമോ എന്ന്, നമ്മുടെ ആത്മീയതയുടെ ഞാൻ പറയും വിജയമോ പരാജയമോ കിടക്കുന്നു. നമ്മൾ പ്രഭാതത്തിൽ ദൈവത്തെ, ഇത് ഇപ്പോഴത്തെ പണ്ടേ ഉള്ളതാണ് മനുഷ്യൻ്റെയൊക്കെ ജീവിതത്തിൽ. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്ന എന്താ, നമ്മുടെ മക്കളോട് പറയാൻ, നമ്മുടെ ജീവിത പങ്കാളിയോട് പറയാൻ, നമ്മുടെ ജോലി സ്ഥലത്ത് എന്തൊക്കെ ചെയ്യണമെന്ന്, എങ്ങനെ ആയിരിക്കണമെന്ന്. ഇപ്പം നമ്മൾ അവരെയും വിളിച്ചു ചോദിക്കണം, അല്ലേ, എന്താ കർത്താവ് പറയുന്നത്, അല്ലേ, എന്താ ഇന്ന് ഇവിടെ പ്രശ്നമുണ്ട്, എന്താ കർത്താവ് പറയുന്നത്. നമ്മളിന്ന് അവിടെ ഇവിടെ എല്ലാം വിളിച്ച്, നമ്മുടെ പകലാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വൈകിട്ട് കിടക്കാൻ ഉറങ്ങാൻ പറ്റും. കാരണം എന്താ, നമുക്ക് അസ്വസ്ഥതയില്ല. കാരണം എന്താ, ദൈവം ഇതെൻ്റെ പ്രശ്നമാണ്. ഇത് ആരെങ്കിലും ഒന്ന് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം എന്താ പറയുന്നതെന്ന്. അങ്ങനെ ഒരു രീതിയല്ലേ ഇന്ന് നടക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന സമയമാണ് ഈ രാവിലെ, അതിരാവിലെ. ഞാൻ നന്ദി പറയും നിങ്ങളെയൊക്കെ ഓർത്ത്. ഇതിനകത്ത് കുറേ പേര് പിന്നെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ സാധിച്ച്, ഞാൻ പറഞ്ഞ പോലെ ഷിക്കാഗോയിൽ 4 മണിക്ക് അല്ലെങ്കിൽ 3-3:30 രാവിലെ എഴുന്നേൽക്കണം. ഉറക്കം അലാറമൊക്കെ വെച്ച സമയത്ത് എഴുന്നേൽക്കണം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ എലിയാമ്മയൊക്കെ വർഷങ്ങളിലൂടെ കൂട്ടായ്മകളിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവം പ്രതിഫലം തരും. കാരണം നമ്മൾ കർത്താവിൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ്, പരിശുദ്ധാത്മാവിനോട് കൂടെയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവമായ കർത്താവിൻ്റെ കാതുകൾ തുറന്നു തന്നു. അവിടെയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും, ജീവിതത്തിലെ സഹനങ്ങളുണ്ടാകും. പതറി വീഴാൻ അവിടെ ദൈവമതിയല്ല. എന്താ പറഞ്ഞത്, ഞാൻ ദൈവമായ കർത്താവിനെ പരിശീലിപ്പിച്ചെന്ന്. എല്ലാത്തിനും സഹനം ഉണ്ടാകുമ്പോഴും ജീവിതത്തിന് എല്ലാ ദൈവമായ കർത്താവിൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക്, ഇത് കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. 3-ാം പ്രവചനമാണ്. കർത്താവിൻ്റെ ദാസൻ എന്നാണ് ഏശയ്യ 50 പറഞ്ഞത്. ഈ 4-ാമത്തെ വചനം യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അവൻ എങ്ങനെയാണെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ ആയിരിക്കണം, അവനെ അനുഗമിക്കും നമ്മൾ. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതാണ് യേശുവിനെ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ആരും കാണാൻ ഒറ്റയ്ക്ക് മലയുടെ മുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമറിയാനായിട്ട്. ദൈവം നമ്മോട് തന്നെ സംസാരിക്കും. നമുക്ക് ആരോടും വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ആപ്പാടെ കൺഫ്യൂസ്ഡാണ്. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. കാരണം എന്താ, ദൈവം പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് ഉറങ്ങാണ്. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിലായിരിക്കാനായിട്ട്. യേശുവിനുണ്ടാകാൻ പോകുന്ന സഹനത്തെക്കുറിച്ച് അവിടെ പരിശീലനങ്ങൾ. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം മറച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. നല്ല ഉറപ്പാണ്. ഓരോ പ്രഭാതത്തിലും എൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന ആ സമാധാനം, സന്തോഷം, സ്നേഹം, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അല്ലേ, അവൻ എന്നെ അടിച്ചാലും എന്നെ അവൻ സ്നേഹിക്കുന്നു. നല്ല ഉറപ്പാണ്. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ ദൈവം ഒരിക്കലും എന്നെ, കാരണം അവിടുന്ന് ഉണ്ട്. മാത്രമല്ല അവിടുന്ന് എന്നെ നയിക്കുന്ന അരൂപിയായി ആത്മാവായി. ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ഒരു ഉപകരണം കൊണ്ടും പരിശോധിച്ചാൽ ഈ ദൈവത്തെ അളക്കാൻ പറ്റില്ല.
പലപ്പോഴും ശാസ്ത്രം പരാജയം, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ അതാണ് ബൈബിളിൽ ഒരു വചനം പറഞ്ഞിട്ടുള്ള ഫോഷന്മാർ പറയുന്നു ദൈവം ഇല്ല. കാരണം എന്താ, പരീക്ഷിച്ച് മടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും മുമ്പോട്ട് പോകാൻ അവർക്ക് പറ്റിയില്ല. അവർ ഫോഷന്മാരായത് ഇത്രേ ഉള്ളൂ, ഇതിനപ്പുറം ഒന്നുമില്ല. എവറസ്റ്റ് കൊടുമുടി എന്നൊന്നും ഇല്ല എന്ന് ലോകം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അത് സർ എഡ്മണ്ട് ഹിലാരി പറഞ്ഞു അവർ വെറും മണ്ടന്മാരാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങളതിന് മോളിൽ പോയി കൊടി നാട്ടിയതാണ്. കാരണം സഹായകനായ ഷെർപ്പായ ടെൻസിങ് എൻ്റെ കൂടെ ഉണ്ടായി. ഞാൻ പറയും, നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പല കാര്യങ്ങളും ദൈവത്തെ ഉണ്ട് എന്നും ആ ദൈവത്തെ ഞാൻ അറിയുന്നുവെന്നും ആ ദൈവമാണ് എന്നെ നയിക്കുന്നെന്നും പറയാൻ പറ്റുന്നത് നമ്മൾ ഈ പരീക്ഷണം നിർത്താതെ മുന്നോട്ട് ദൈവത്തെ തേടുന്ന ഒരു അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മുടെ ജീവിതത്തിൽ. ആരും ഞാൻ പറഞ്ഞ ഒരു മെത്രാനോ ഒരു മാർപ്പാപ്പായോ ഒരു പുരോഹിതനോ ഒരു വൈദികനോ ഒന്നും അല്ല സഭ എന്ന് പറഞ്ഞത് യേശുക്രിസ്തു തന്നെയാണ്. അവൻ ഒരിക്കലും അവന്റെ സ്വഭാവമൊന്നും മാറിയിട്ടില്ല. അവൻ ഇന്നും പരിശുദ്ധനാണ്. അല്ലെ, യൂദാസ് 12 പേരിൽ ഒരുവനായ യൂദാസ് എന്തെല്ലാം കുഴപ്പം കാണിച്ചു, അതുകൊണ്ട് സഭയില്ലാതായില്ല. ഇന്നത്തെ സുവിശേഷമൊക്കെ അതാണ് ഓർക്കുന്നത്. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. ദൈവമായ കർത്താവിനെ സഹായിക്കണം, ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എൻ്റെ മുഖമേ, ഈ കവളുണ്ടല്ലോ തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാ, പക്ഷേ ഇത് ഒരു കല്ലാണെന്ന് ഞാൻ കരുതുന്നത്. എൻ്റെ മുഖത്ത് അടിച്ചാൽ എനിക്ക് കല്ലിനിട്ട് അടിച്ചാൽ എന്താ പറ്റുന്നത്? ഞാൻ എൻ്റെ കൈ കൊണ്ടൊരു കല്ലിനിട്ട്, നല്ല കട്ടിയുള്ള, ഇംഗ്ലീഷിൽ ഫ്ലിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നല്ല കട്ടിയുള്ള, പണ്ട് ശിലായുഗത്തിൽ ആയുധങ്ങൾ ഉണ്ടാകാൻ ഉപയോഗിച്ചിരുന്ന കല്ല, നല്ല ഷാർപ്പാണ്. അതിലോട്ട് അടിച്ചാൽ എൻ്റെ കയ്യേ മുറിയുള്ളൂ. കർത്താവിനെ അടിച്ചവരാരും കർത്താവിനെ നിന്ദിച്ചവരാരും വെറുതെ പോയിട്ടില്ല. അവരെ ശിക്ഷിക്കുകയല്ല, അവരൊക്കെ തീജ്വാലയായിട്ട് മാറി. അല്ലെ, പഴയ നിയമത്തിൽ പണ്ട് ഈ കാട്ടിലൊക്കെ അന്ന് കല്ലുകൾ, ശിലായുഗത്തിൽ കല്ലുകൾ ഉരച്ചാണ് തീ ഉണ്ടാക്കിയിരുന്നത്. ഈ ശിലാതുല്യമായ കർത്താവിൻ്റെ മുഖത്ത് അടിച്ചവരോ മുഖത്ത് ഇടപെട്ടവരോ ഒക്കെ പിന്നീട് തീജ്വാലയായിട്ട് മാറി. അല്ലേ, സമറിയാക്കാരി ശ്രീ യോഹന്നാന് 4-ാം അധ്യായത്തിൽ സമറിയാക്കാരിയെ ദൈവത്തെ തള്ളിപ്പറ ആരുമില്ല. അവളിങ്ങനെ ഉച്ചയ്ക്ക് ആരും കാണാതെ നിരാശപ്പെട്ട് നടന്ന് അവള് യേശുവുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവർ തീയായിട്ട് മാറി. യേശുവുമായിട്ടൊന്ന് ഒരഞ്ഞു അവള് തീജ്വാലയായിട്ട് മാറി. നിക്കോദേമോസ് ആരും കാണാതെ രാത്രി, യോഹന്നാൻ 3 ആരും കാണാതെ നിക്കോദേമോസ് രാത്രിയിൽ വന്ന് യേശുമായിട്ടൊന്ന് ഒരഞ്ഞു, അവനൊരു തീജ്വാലയായിട്ട് മാറി. സാവൂള് യേശു ദൈവം ഇല്ല, ക്രിസ്തു ഒന്നും ഇല്ല, ഇതിങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്ന സാവൂള് ക്രിസ്തുവുമായിട്ടൊന്ന് ഒരസി നോക്കി, അവനൊരു തീജ്വാലയായിട്ട് മാറി. അവൻ ഡമാസ്കസിലേക്ക് പോകുമ്പോൾ ആ തീജ്വാല ആളിക്കത്തി അവൻ ബോധം കെട്ട്, അല്ലെങ്കിൽ അവന്റെ തലയിലേക്ക് തീജ്വാല ഒന്ന് ഇറങ്ങിയപ്പോൾ ക്രിസ്തുവുമായിട്ട് ഉരസിയതാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കൂ, ആരെല്ലാം? സെയിന്റ് അഗസ്റ്റിൻ ലോകത്തിന്റെ സകല പാപങ്ങൾ അശുദ്ധിയിലും ജീവിച്ച് ഇത് പറയാണ് എന്ന് വേണം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന് അധിപതിയായിരുന്ന ഒരു ചക്രവർത്തി 2-ാം 3-ാം 4-ാം നൂറ്റാണ്ടിലൊക്കെ ചക്രവർത്തി തന്നെ ക്രിസ്ത്യാനിയായിട്ട് മാറി. ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് നേതൃത്വം കൊടുത്ത റോമൻ സാമ്രാജ്യത്തിന്റെ അധിപതി യേശുവുമായിട്ട് ഒരശ്യവൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറി. എന്നാൽ നമ്മളെ കുരിശിന്റെ പുകഴ്ച, അല്ല ഞാൻ പേര് മറന്നുപോയി, അതുകൊണ്ട് ആ ചക്രവർത്തിയുടെ അമ്മയാണ് ഈ കുരിശ് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, യേശുവിനെ തറച്ച് കുരിശ് കണ്ടെടുക്കാൻ വേണ്ടിയൊക്കെ നോക്കിയാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ അധിപതിയുടെ അമ്മയെ രാജ്ഞിയാണ് യേശുവിനെ തറച്ച് കുരിശ് കണ്ടെടുത്തെന്നൊക്കെയാണ് പറയുന്നത്. അവനായിട്ട് ഉരശിവരെല്ലാം തീജ്വാലയായിട്ട്, കാരണം അവൻ കല്ലാണ്. അവനീ എന്താ പറയുന്നത്, നമ്മൾ ഉരച്ച് കത്തിക്കുന്ന അതുണ്ടല്ലോ, നമ്മുടെ ഗ്യാസ് ലൈറ്റ് കത്തിക്കാനുള്ള ഉരയ്ക്ക് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ ഒരു കല്ലുണ്ട്, അവനൊരു തീജ്വാലയാണ്. അവനൊരു കല്ലാണ്. അവനെ ഒരു ഉരശിവരൊക്കെ തീജ്വാലയായിട്ട് മാറും. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, ഇതിനൊക്കെ ഒന്ന് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. അവിടുന്ന് ലൂക്ക 12 പറഞ്ഞ വാക്കാണ്. അവിടുന്ന് എൻ്റെ മുഖം ഞാൻ ശിലാതുല്യം, എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല, ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവർ എന്നോട്, എൻ്റെ അടുത്തുണ്ട്, ആരുണ്ട് എന്നോട് മത്സരിക്കാൻ നേരിടാം. കർത്താവ് പറയാണ്, പോരെ, എന്നോട് മത്സരിച്ചു, നിന്നെ ഞാൻ തീജ്വാലയാക്കി മാറ്റാം. അല്ല, ഇന്ന് സുവിശേഷത്തില് പത്രോസ്ലിയായുടെ മാനസാന്തരമാണ്, പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണത്.
നമ്മൾ ഈ ലൂക്ക 4 കാണുന്നുണ്ട്, ആദ്യമായി പത്രോസ് യേശുവുമായി ഞാൻ നല്ല മുക്കുവനാണ്, ഇവിടെ ഈ തടാകത്തിൽ ഈ കടലിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന അഹംഭാവം നയിച്ചിരുന്ന ആ പത്രോസ് ആദ്യമായി യേശുവിനെ ഒന്ന് ഉരಸಿ യേശുവുമായിട്ട്. പിന്നെ അവൻ്റെ പ്രവാചകനാണ്, വചനമൊക്കെ പറഞ്ഞത്. പത്രോസിന്റെ ബോട്ട് ഒന്ന് ചോദിച്ചു, അതൊക്കെ ഒരു ഇരുന്നോളാൻ പറഞ്ഞു. കുറേ നേരം സഹിച്ചത്. അത്ര നേരം എപ്പോഴാണ് നിൽക്കുന്നത്, രാത്രി മീൻ പിടിക്കാൻ പോലാണ്, പകൽ തലപ്പുറന്ന് ഉറങ്ങാനുള്ളതാണ്. എന്നാലും അവന് പറഞ്ഞതുകൊണ്ട് ആൾക്കാരൊക്കെ അവൻ്റെ ബോട്ടിലാണ് കയറിയിരിക്കുന്ന ആൾക്കാർക്ക് അവനെ പ്രശംസിക്കുന്നുണ്ട്. അവൻ്റെ ബോട്ടിൽ എന്നാലും ഈ പ്രവാചകൻ ഇരിക്കുന്നല്ലോ എന്നൊക്കെ അതുകൊണ്ട് ബോട്ട് വിട്ടുകൊടുത്തു. അവനിരുന്ന ബോട്ടിൽ യേശു കഴിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, അല്പം ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ നമുക്ക്. ഇല്ല, അത് വെറുതെ, ഇന്നലെ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചതാണ്, ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം, നിന്റെ വാക്ക് ഞാൻ നിന്ദിക്കില്ലട്ടോ, നീ പറഞ്ഞുകൊണ്ട് മാത്രം, എനിക്കറിയാം ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. പത്രോസിന് ഉരಸಿ യേശുവുമായിട്ട്. അതിനുള്ളവരെ നമുക്കറിയാം എന്താ സംഭവിച്ചത്. അതിലേക്ക് നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണത്. ആ വലിയ മീൻപിടുത്തം കണ്ടുകൊണ്ട് പത്രോസ് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഞാൻ പാപിയാണ്. ഉള്ളിൽ തീയങ്ങത്താൻ തുടങ്ങി. അനുതാപം. ഇതെല്ലാം ദൈവം ഇല്ല എന്ന് പറയുന്ന എല്ലാവരിലും എപ്പോഴും സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണിത്. യേശുവുമായിട്ട് ഒന്ന് അടുത്തിടപെടൽ, അവനെ ഒന്ന് ഉരസി നോക്കിയാൽ മതി. കുരിശിൽ കടന്ന നല്ല കള്ളൻ ആദ്യം കുറെ മറ്റോ ഇടത്തുവശത്ത് കിടന്നതിനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനെ ദൈവത്തിനല്ല, ഇവൻ നമ്മളെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അവസാനം ഇവനും യേശുവിനെ കണ്ടുകൊണ്ട് എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവനൊരു തീജ്വാലയായി മാറി വലത്തുവശത്തെ കള്ളൻ. പത്രോസ് ഇന്ന് തൻ്റെ അനുഭവം മർക്കോസ് 8-ാമത്തെ അധ്യായത്തിൽ 27 യേശു ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിൽ ഞങ്ങൾ മുഴുവൻ വായിക്കുന്നില്ല. പറയുന്നത് യേശുവോട് ചോദിക്കുന്നുണ്ട്, വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ നമ്മളോട് എന്നെ കേൾക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യേശു ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് അവനുമായിട്ടൊന്ന് ഉരസാനുള്ള സമയമാണിത്. അവനെ ഹൃദയത്തിൽ എൻ്റെ എല്ലാമാണല്ലേ, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, ഞാൻ കുറേ നാൾ ഞാൻ പരിശോധിക്കാൻ പോവാണെന്ന് പറയാനുള്ള അവസരം കൂടിയാണിത്. പത്രോസിൻ്റെ ഒരു അനുഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് പത്രോസ് സംശയമൊന്നുമില്ല. തൻ്റെ മീൻപിടുത്തവും അന്ന് കണ്ടു, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്നൊക്കെ പറഞ്ഞ ഒരു അനുഭവം ഉള്ള പത്രോസിൻ്റെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞു. അവനുമായിട്ട് തീ കത്തുന്നതിൻ്റെ ഉള്ളിൽ പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്, യഹൂദരെ പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തു, വരാനുള്ള ക്രിസ്തു. പുരോഹിത പ്രമുഖന്മാർ ആരും ഇവരെ അംഗീകരിച്ചിട്ടില്ല, എല്ലാവരും എതിർക്കുകയാണ്, ഇവനെ കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ ഉള്ളിലുള്ള തീ ഈ യേശുവുമായിട്ട് ഉരസിയാം. ഞാനീ പറയും, അന്ന് എതിർത്ത യേശുവിനെ മരണത്തിന് വിധിച്ച പ്രധാന പുരോഹിതന്മാരും ഒക്കെ പിന്നീട് പന്തക്കോസ്തായ്ക്ക് ശേഷം തീയിൽ ജ്വലിച്ചു. അനേകർ യേശുവിനെ അനുഗമിക്കുന്നവരായിട്ട് മാറി. പിന്നീട് എല്ലാവരും, യുദാസിന് മാത്രമേ പറ്റിയുള്ളൂ, അവൻ പോയി പിശാചിന്റെ വാക്ക് കേട്ട് പോയി തൂങ്ങിച്ചെത്തെന്ന് പറയും. ബാക്കി ജീവിച്ചവരൊക്കെ അവൻ്റെ തീ ജ്വാലയാൽ നിറഞ്ഞു പറയും. അവിടെയാണ് യേശു ഒരു കാര്യമുണ്ട്. നമ്മളിന്ന് പലപ്പോഴും സാത്താൻ നമ്മളെ പീഡിപ്പിക്കുമ്പോൾ യേശു എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ ഇത് ഭൂമിയിലെ ദൈവരാജ്യം ഇങ്ങനെയാണ്, വളരെ സഹിക്കും. അതായത് ഈ മുഖം ശിലാതുല്യമാക്കി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ മുഖം കല്ല് പോലെയാണ്, എൻ്റെ മുഖത്തിനിട്ട് അടിച്ചാൽ എനിക്കൊന്നും നിങ്ങളുടെ കയ്യെ വേദനിക്കുകയുള്ളൂ. എൻ്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ മുഖത്തടിച്ചാൽ എൻ്റെ മുഖം കല്ല് പോലെയാണ്, നിങ്ങൾക്ക് വേദനിക്കുള്ളൂ. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എതിരൊന്നുമല്ല, നിങ്ങൾക്ക് എന്നെ എത്ര അടിച്ചാൽ എനിക്ക് വേദനയില്ല, ഞാൻ നിങ്ങളോട് എതിരൊന്നുമല്ല, എനിക്ക് നിങ്ങളോട് ശത്രുതയൊന്നുമില്ല. ഇതാണ് വേറൊരർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര അടിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളെന്നെ എത്ര പാപം ചെയ്ത് നിങ്ങളെന്നെ ഉപദ്രവിച്ചാലും അതൊന്നും സാരമില്ല, എന്നാലും ഞാൻ നിങ്ങളുടെ പുറകെ വരും, നിങ്ങളെ നേടുന്നത് വരെ. ഇങ്ങനെയുള്ളൊരു ദൈവം ഉള്ളതുകൊണ്ടാണ് അനേകരും, ഞാൻ പറഞ്ഞ ഓരോരുത്തരും, യോഹന്നാന്റെ സുവിശേഷം 1 പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകിയെന്ന്, തീജ്വാലയായി തീരാൻ കഴിവ് നൽകിയെന്ന്. പ്രിയമുള്ളവരെ, അപ്പോൾ പത്രോസിനെ നമുക്കറിയാം, സഭയുടെ അവിടെ പത്രോസ് ആദ്യം കർത്താവ് എല്ലാം ഒന്നും അറിയില്ലായിരുന്നല്ലോ പത്രോസിന്. ഇപ്പൊ മനുഷ്യപുത്രൻ, യേശു പറയാണ്,
മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. ഇതൊന്നും നീ അങ്ങനെ മരിക്കാനുള്ളതൊന്നുമല്ല, നീ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായി തീരാനുള്ളതിന് ആ ഒരു ചിന്തയായിരുന്നു ഇവരുടെയൊക്കെ ഉള്ളിൽ. പ്രിയമുള്ളവരെ, ശരിക്കും എന്താണെന്നറിയില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ യേശുവിനറിയാം താൻ മരിക്കാൻ പോകുന്നതാണെന്നുള്ള പ്രവചനമൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ പലപ്പോഴും യേശു തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഇവിടെ അത് തന്നെയാണ് പീഡാനുഭവ ഉത്ഥാനം 1-ാം പ്രവചനം എന്നാണ് അവിടെ മർക്കോസ് 8-ാമത്തെ അധ്യായം 31. അപ്പൊ യേശു തുറന്നു പറയായിരുന്നു, ഞാൻ വന്നത് മരിക്കാനാണ്, ഞാൻ വന്നത് നിങ്ങളെ വീണ്ടെടുക്കാനാണ്, നിങ്ങൾക്ക് പരിഹാര ബലിയായി സ്വയം അർപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് മനസ്സിലായില്ല. പത്രോസ് പറഞ്ഞു, വേണ്ട അങ്ങനൊന്നും വേണ്ട, നീ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തി ഇങ്ങനെ പോയാൽ മതി, നിനക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി തീരാൻ പറ്റും ഒരു ദിവസം എന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നില്ല ദൈവിക പദ്ധതി. യേശു ഇത് പത്രോസ് പറയുമ്പോൾ മറ്റുള്ള ശിഷ്യന്മാർക്ക് ഉതപ്പ് കൊടുക്കുകയാണ്, മറ്റുള്ളവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ നല്ലൊരു വീണ്ടും ഒരു പെടയങ്ങ് പിടച്ചെന്ന് പറയത്തില്ലേ, ശരിക്കൊരു ശകാരം കൊടുത്ത് പത്രോസിനെ. നമുക്കിതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതുണ്ട് സഹനം പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തെറ്റായി പോകുന്ന കണ്ടെന്ന് നമ്മൾ യേശുവിനെ ഉപേക്ഷിക്കരുത്. അവനൊരു മാറ്റവും ഇല്ല. അവൻ ഇന്നും ഇന്നലെ എന്നും ഒരുപോലാണ്. കർത്താവിനെ പഠിപ്പിക്കുന്നവരോ സുവിശേഷ പ്രഘോഷകരോ വചന പ്രഘോഷകരോ അല്ലെങ്കിൽ സഭയിലൊരു പുരോഹിതനോ ഒരു മാർപ്പാപ്പ പണ്ടങ്ങനെ ആയിരുന്നല്ലോ, ഇല്ലേ? നമ്മൾ വായിക്കുന്നത് ഈ ആദ്യകാലങ്ങളിലൊക്കെ പല നൂറ്റാണ്ടുകളിലും അങ്ങനെ സഭയിൽ തെറ്റായ പ്രവണതകളൊക്കെ മാർപ്പാപ്പമാരിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സഭ ഇങ്ങനെ പോയത്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയും, ഇന്നെന്താ അതുകൊണ്ട് അവർ തിരിച്ചു വന്നു. പത്രോസിനോട് ഈശോ പറഞ്ഞൊരു വകുപ്പുണ്ടായിരുന്നു. ഈ ലൂക്ക 22 ഈശോ പറഞ്ഞിട്ടുണ്ട്, സാത്താൻ നിന്നെ ഗോതമ്പ് പത്രോസേ സാത്താൻ നിന്നെ ഗോതമ്പ് നിന്റെ വിശ്വാസം നിന്നെ എടുത്തു മാറ്റാൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ സഭയുടെ തലവനായ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഈശോ പറയാൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോ മാർപ്പാപ്പായ്ക്ക് വേണ്ടി, സഭയെ നയിക്കുന്നവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും എന്താ പറഞ്ഞത്? നീ തെറ്റിപ്പോയേക്കാം, പക്ഷേ നീ തിരിച്ചു വന്ന്. അനേക മാർപ്പാപ്പന്മാർ തെറ്റിപ്പോയി, പക്ഷെ പിന്നീടുള്ള മാർപ്പാപ്പന്മാർ തിരിച്ചു വന്ന് സഭയെ നേർവഴിക്ക് നയിച്ചു, അല്ലേ? ഡോൺ ബോസ്കോയുടെ ദർശനമൊക്കെ നമുക്കറിയാം, അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് അന്ന് ആ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഡോൺ ബോസ്കോ മാർപ്പാപ്പായ്ക്ക് വെടിയേക്കുന്നത്, മാർപ്പാപ്പ മരിച്ചു വീഴാൻ തുടങ്ങുന്നതും ഒക്കെ അതിനുശേഷം നദിയുടെ കടലിൽ നിന്ന് നടുവിൽ നിന്നും 2 സ്തൂപങ്ങൾ പൊങ്ങി വന്ന്, ഒന്നിൽ വിശുദ്ധ കുർബാന, ഒന്നിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സാന്നിധ്യം രൂപം. അവിടെയൊക്കെയാണ്, അതിന്റെ നടുവിലാണ് നങ്കൂർ ഉറപ്പിച്ച സഭാനൗക ഉറപ്പിക്കപ്പെട്ടു എന്നൊക്കെ. ഇതൊക്കെ അനേക ബോധ്യങ്ങളിലൂടെ ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പത്രോസിനെ കർത്താവ് ശാസിക്കുകയാണ്, വഴക്ക് പറഞ്ഞു തിരഞ്ഞെടുത്ത. പക്ഷേ സാത്താനേ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷ്യമാണ്. പിശാചുണ്ട്. യേശു മനസ്സിലാക്കി പത്രോസിനെ തടസ്സം പറയുന്നത് ഇന്നും നമ്മളെ തടയുന്നത് വരാറില്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയും കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത ചിലർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവമുണ്ട്, അതുപോലെ പിശാചുണ്ട്. പിശാച് ഒരിക്കലും നമ്മൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുകയില്ല. അപ്പം നമ്മളതിനെ അതിജീവിക്കാനാണ് പരിശുദ്ധാത്മ ശക്തിയും നമുക്ക് സമർപ്പിക്കാൻ കഴിയുള്ളവരെ. പരിശുദ്ധ പരമാ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.